പെരിയ കേസ് നടത്തിപ്പിന് വീണ്ടും CPM പണപ്പിരിവ്. പാർട്ടി അംഗങ്ങൾ 500 രൂപ വെച്ച് നൽകണമെന്നാണ് നിർദ്ദേശം. ജോലിയുള്ളവർ ഒരു ദിവസത്തെ ശമ്പളം നൽകണമെന്നും നേതൃത്വം അറിയിക്കുന്നു. ഓരോ ബ്രാഞ്ചിനും ക്വാട്ട നിശ്ചയിച്ചാണ് പണപ്പിരിവ്. നീതിക്കെതിരെയാണ് പണപ്പിരിവെന്ന് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ പിതാവ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. അവർക്ക് എന്തു തന്നെയായാലും പ്രതികളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. അതവരെ നയം തന്നെ. ഏത് കൊലപാതകം ചെയ്താലും ഏത് പ്രശ്നത്തിലും വേണ്ട അതിനത്തിൽ ഇടപെട്ട് കഴിഞ്ഞാലും CPMകാരെ രക്ഷപ്പെടുത്താൻ CPMകാരുണ്ട്, സർക്കാരും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കേസ് അപ്പീൽ പോകുന്ന സമയത്ത് സർക്കാർ ഇന്നിപ്പോൾ പൈസ കൊടുക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. ഈ CBI വരാതിരിക്കാൻ വേണ്ടി കൊടുക്കും പോലെയല്ല ഇനിയിപ്പോൾ ഈ പ്രതികൾക്ക് വേണ്ടി ബാധിക്കുമ്പോൾ. അതുകൊണ്ട് എന്താക്കിയാൽ പാർട്ടിക്കാർ മൊത്തം പിരിവ്. അപ്പോൾ എത്രയും ആൾക്കാർ വാദത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തികം വേണം. അത് അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ കണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പാർട്ടി ഒന്നടങ്കം ഇറങ്ങിയതാണ്. ഇനി 2 കോടിയല്ല 100 കോടി പിരിച്ചാലും ഈ നീതിപീഠത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നിയമങ്ങളും അതുപോലെ തന്നെ നമ്മളെ തെളിവുകളുമാണ് പ്രധാനം. ആ നിയമം പാസ്സാക്കുന്നിടത്ത് ഇവരെ കാശൊന്നും ഒന്നുമല്ല. അർച്ചന രവീന്ദ്രനുണ്ട് വിവരങ്ങളുമായി. അർച്ചന, ഇപ്പോൾ കേസിൽ നിർബന്ധിത പണപ്പിരിവല്ലേ യഥാർത്ഥത്തിൽ പാർട്ടിക്കാരിൽ നിന്നും നടത്തുന്നത്? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? ഓരോരുത്തരും 500 രൂപ വീതം നൽകണം എന്ന് തന്നെയാണോ? സ്മൃതി പറഞ്ഞതുപോലെ ഓരോ അംഗവും CPMന്റെ ജില്ലയിലെ ഓരോ അംഗവും 500 രൂപ നൽകണം എന്നതാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി അത്തരത്തിൽ ഏരിയ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 500 രൂപ ഓരോ അംഗവും നൽകണം. അതേസമയം തന്നെ ഈ ഒരു പാർട്ടി അംഗങ്ങൾ, ഈ ജോലിയിലുള്ള അംഗങ്ങളും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന അംഗങ്ങളും ഇതിനു പുറമെ ഒരു ദിവസത്തെ ശമ്പളവും നൽകേണ്ടതുണ്ട് എന്നുള്ളതും നിർദ്ദേശം ഈ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ഏകദേശം 2 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ധനസമാഹരണത്തിന് വേണ്ടി അവർ ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏകദേശം 500 രൂപ ഒരാളിൽ നിന്നും ഈടാക്കിയാൽ ഏകദേശം 1 കോടിയടുത്ത് എന്തായാലും രൂപ വരും എന്ന കാര്യം തീർച്ചയാണ്. അതിനെതിരെ ഇപ്പോൾ അച്ഛന്റെ പ്രതികരണവും വന്നിരിക്കുന്നു. ഏകദേശം 2 കോടിയല്ല 100 കോടി ആയാലും ഇത്തരത്തിൽ ഒരു നീതിപീഠത്തിന് തെളിവുകളാണ് വലുത് എന്ന കാര്യമാണ് ഇപ്പോൾ അച്ഛൻ പറയുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം ഈ ഒരു CPMന്റെ ജില്ലാ കമ്മിറ്റിയിലുള്ള അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി അടക്കം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് ഏറ്റെടുത്തിരുന്നു. ഈ പ്രതികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, ഈ പ്രധാന നേതാക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിലപാട് ഏറ്റെടുത്തിരുന്നു. അതിനെല്ലാം വിപരീതമായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ശരത്ലാലിന്റെ അച്ഛൻ പ്രതികരിക്കുന്നത്. CPMന്റെ ഒരു നീതിക്കായുള്ള പോരാട്ടത്തിനെതിരെയാണ് CPM ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യുന്നതെന്നത് കൂടി അച്ഛൻ വ്യക്തമായി തന്നെ പറയുന്നു. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ജാമ്യത്തിൽ വിട്ട പ്രതികൾക്കെതിരെ ഇപ്പോൾ അപ്പീൽ പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള കാര്യവും അച്ഛൻ തീർച്ചപ്പെടുത്തുന്നത്. എന്തായാലും ഈ ഒരു CPM പണപ്പിരിവ് നടത്തുമ്പോഴും ഈ ഒരു കേസിന് വേണ്ടി വാദിക്കാൻ അല്ലെങ്കിൽ ഹൈക്കോടതി വരെ സുപ്രീം കോടതി വരെ ഈ ഒരു കേസിന് വേണ്ടി പോകാൻ തന്നെയാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തീരുമാനവും. ശരി, ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ CPM നേതാക്കൾക്ക് ഒരു തരത്തിലാണ് പാർട്ടി സ്വീകരണം നൽകിയത് ഓരോ മേഖലയിലും എന്നുള്ളത് കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പെരിയ കേസ് നടത്തിപ്പിനായി പ്രവർത്തകരിൽ നിന്നും പണം പിരിക്കുന്നത്. ഓരോരുത്തരും 500 രൂപ നൽകണം, അതിനപ്പുറം ഒരു ദിവസത്തെ വേതനവും ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതൊരു നിർബന്ധിത പിരിവായി മാറുമ്പോൾ പെരിയ കേസിൽ മകനെ നഷ്ടപ്പെട്ട പിതാവിന്റെ പ്രതികരണമാണ് അല്പം മുമ്പ് കണ്ടത്.